ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു IPL മാച്ച് കണ്ടായിരുന്നു. ആ IPL മാച്ച് കാണുന്നതിനിടെ വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു. അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീം ബാറ്റ് ചെയ്യുമ്പോൾ ആ ഇന്നിങ്സിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇവരുടെ ഈ ഇന്നിങ്സ് കണ്ട് ബോറടിച്ച് ഒരു കോണറിൽ ഇരിക്കുന്ന കുറെ ചിയർ ഗേൾസിനെ കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. മൂട്ടില് വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങാൻ പറ്റണേ. സാധാരണ ഒരു IPL മാച്ച് എന്ന് പറഞ്ഞാൽ വളരെ ത്രില്ലിംഗ് ആയിരിക്കും. ഒരു ഓവറിൽ കുറഞ്ഞത് ഒരു 4ഉം ഒരു 6ഉം ഒക്കെ കാണും. പ്രത്യേകിച്ച് ഈ സീസണിൽ 200-250 ടോട്ടലൊക്കെ വരുന്ന ഹൈ സ്കോറിംഗ് മാച്ചുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്താണ് ധോണിയുടെ CSK എന്ന് പറയുന്ന ലെജൻഡ് ടീം വന്നിട്ട് ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇത്തവണ നെഹ്റു ട്രോഫിക്കുള്ള തുഴച്ചിൽ ടീമില് ഇവര് 3 പേരും ചേരണമെന്നാണ് എന്റെ അഭിപ്രായം. 2020 കളിക്കുന്നതിന് പകരം ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് CSK ഇവിടെ കളിച്ചത്. അതായത് നമ്മളൊരു മാസ് മസാല കൊമേഴ്ഷ്യൽ മൂവിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഒരു അവാർഡ് പടം കണ്ടാൽ എങ്ങനെയിരിക്കും, ആ ഒരു അവസ്ഥയായിരുന്നു ചെന്നൈ ആരാധകർക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ, വേൾഡ് കപ്പ് ഉൾപ്പെടെ 3 ICC ട്രോഫികൾ നേടിത്തന്ന ക്യാപ്റ്റൻ, ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീമിന് 5 IPL ട്രോഫി നേടിക്കൊടുത്ത ക്യാപ്റ്റൻ. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മളെല്ലാ ഇന്ത്യക്കാർക്കും MS ധോണിയോട് ഒരു പ്രത്യേക റെസ്പെക്റ്റും സ്നേഹവും ഒക്കെയാണ്. പക്ഷേ ഈ IPL സീസണിൽ ഇദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോടുള്ള റെസ്പെക്ട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇറ്റ്സ് മീ നദീം, വെൽക്കം ടു 5C TV. BCCIയും ടാറ്റ ഗ്രൂപ്പും തമ്മിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. അതായത് ഈ IPL മാച്ചിൽ ഓരോ ഡോട്ട് ബോൾ എറിയുമ്പോഴും 500 മരങ്ങൾ പ്ലാന്റ് ചെയ്യും. അപ്പൊ ഡോട്ട് ബോൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു ബോളിൽ റൺസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു ഡോട്ട് ബോൾ ആണ്. അപ്പൊ നമ്മൾ ഈ IPL മാച്ച് കാണുമ്പോൾ ആ സ്ക്രീനിൽ ഒരു ട്രീയുടെ സിമ്പിൾ നമുക്ക് കാണാൻ പറ്റും. അത് ഡോട്ട് ബോളിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു ഡോട്ട് ബോൾ എറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 500 പ്ലാന്റുകൾ നടും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി എനിക്ക് പറയാനുള്ളത് CSK വേഴ്സസ് KKR മാച്ചിനെ കുറിച്ചാണ്. ഇവിടെ ആദ്യം ബാറ്റ് ചെയ്തത് CSK ആണ്. അവർ നേടിയത് 20 ഓവറിൽ നിന്ന് 103 റൺസ് ആണ്. അതിനേക്കാളും ചെറിയ ഇന്നിങ്സുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡോട്ട് ബോളുകളുടെ എണ്ണം നിങ്ങൾ പരിശോധിക്കുക. 61 ഡോട്ട് ബോളുകളാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഫേസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും, ഒരു ഡോട്ട് ബോളിന് 500 മരങ്ങളാണ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോ 61 ഡോട്ട് ബോൾസിന് എത്ര മരങ്ങൾ നടണം? ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും. വാഴ നട്ടും കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. എന്തായാലും ഒരു കാര്യത്തിൽ CSK ടീമിന് അഭിമാനിക്കാം, നിങ്ങൾ എല്ലാവരും പ്രകൃതി സ്നേഹികളാണ്. ഇത്രയും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ കംപ്ലീറ്റ് ആമസോൺ കാടായി മാറും. ഇനി ഒരു ക്രിക്കറ്റ് ആരാധകൻ പോസ്റ്റ് ചെയ്ത ഒരു പിക്ചർ നമുക്ക് നോക്കാം. ചെപ്പോക്ക് സ്റ്റേഡിയം കംപ്ലീറ്റ് കാട് പിടിച്ചു കിടക്കുന്ന ഒരു പിക്ചർ കാണിച്ചാണ് ധോണിയെയും CSK ടീമിനെയും ട്രോള് ചെയ്തേക്കുന്നത്. ഈ മാച്ചിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഓരോ ഓവറിലും എത്ര ഡോട്ട് ബോൾ കളിച്ചു അതിനെ ബേസ് ചെയ്ത് ഒരു ഡയഗ്രം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ 7ാമത്തെ ഓവറിൽ മാത്രം ഡോട്ട് ബോൾസ് ഒന്നും എറിഞ്ഞിട്ടില്ല. ഈ 7 എന്ന് പറഞ്ഞാൽ ധോണിയുടെ ജേഴ്സി നമ്പറാണ്. അതുകൊണ്ടാവണം ഈ തല ഫോർ എ റീസൺ എന്നൊക്കെ നമ്മൾ പറയുന്നത്. സ്വന്തം ടീമിലെ ബാറ്റ്സ്മാൻമാരെ ഔട്ട് ആവുമ്പോൾ ആരെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുമോ? ഇല്ല. പക്ഷെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഫാൻസുകാർ സെലിബ്രേറ്റ് ചെയ്യും. പല മാച്ചുകളിലും ജഡേജ ഔട്ടായതിനു ശേഷമാണ് ധോണി ഇറങ്ങുന്നത്. അപ്പൊ ഈ ജഡേജ ഔട്ട് ആവുന്ന ആ സമയം തന്നെ സെലിബ്രേഷൻ തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? വർഷങ്ങളായിട്ട് CSKക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് കളിക്കുന്ന ജഡേജ എന്ന് പറയുന്ന പ്ലെയറിനെ അപമാനിച്ച് വിടുന്നതിന് തുല്യമായത്. അതായത് CSK ടീമില് ആര് ഔട്ടായാലും പ്രശ്നമില്ല, ധോണി ലാസ്റ്റ് ഓവറിൽ ഇറങ്ങി 2 6 അടിക്കണം. അപ്പൊ കളി ജയിക്കുന്നതിനേക്കാളും അവര് ഹാപ്പിയാണ്. സംഭവം ധോണി 5 കപ്പ് CSKക്ക് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. ധോണി ഇല്ലെങ്കിൽ CSK ഇല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ CSKയുടെ ഫ്യൂച്ചർ നമ്മൾ ആലോചിക്കുമ്പോൾ ധോണി എന്ന് പറയുന്ന ഒരു പ്ലെയറിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പാടില്ല. ടീമിലെ ഓരോ പ്ലെയറിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. ധോണിക്ക് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നത് മൊത്തത്തിൽ ആ ടീമിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ചേസ് ചെയ്ത് ജയിക്കേണ്ട പല കളികളിലും ക്രൂഷ്യൽ സിറ്റുവേഷനിലൊക്കെ ഇറങ്ങി ബെസ്റ്റ് ഫിനിഷറായിട്ട് കളി ജയിപ്പിക്കുന്ന ഒരു ധോണിയാണ് മുമ്പൊക്കെ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇന്നിങ്സ് കംപ്ലീറ്റ് തുഴച്ചിലാണ്. അമരത്ത് കേറിക്കോ, കേറിക്കോ. ഒന്നാം തുടങ്ങി ഞാനിരിക്കാം.
കേറിക്കോ നമ്മൾ ജയിക്കും കേറ അപ്പൊ എന്തൊക്കെ തന്നെ ആയാലും ഇനിയുള്ള മാച്ചുകളിൽ CSKയുടെ ഭാഗത്തു നിന്നും നല്ലൊരു ടീം വർക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം നല്ല ത്രില്ലിംഗ് മാച്ചുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം.